ഹായ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. സോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ലെറ്റസ് എസ് എസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സൗണ്ട് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ചാപ്റ്റർ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ലെറ്റസ് എസ് എസ് ചോദ്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഈസ് മീതെയിൻ കൺവേർട്ടഡ് ടു ക്ലോറോമീതെയിൻ? അതായത് മക്കളെ, മീതെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം CH4 ആണ് അല്ലെ. ഈ CH4നെ CH3Cl അഥവാ ക്ലോറോമീതെയിൻ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു റിയാക്ഷൻ മനസ്സിലാക്കി വെക്കണം. ഈ ഒരു റിയാക്ഷനിൽ പറയുന്നത് എന്താണ്, CH4നെ ഞാൻ ഇങ്ങനെ എഴുതാണ് കേട്ടോ. ഇതിന്റെ സ്ട്രക്ചർ രൂപത്തിൽ എഴുതാണ്. ഇതാണ് CH4 അഥവാ മീതെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ CH3Cl ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താക്കി മാറ്റുന്നു, CH3Cl ആക്കി മാറ്റുന്നു. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ ഇങ്ങനെ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് നിങ്ങൾക്കറിയാം ഏതാണ്, ഈ പറഞ്ഞ ക്ലോറിൻ ആണ് അല്ലെ. ക്ലോറിൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് അല്ലെ. സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടത്തെ എന്ത് സംഭവിക്കും? ഇവിടത്തെ H പോയിട്ട് അതിന് പകരം എന്ത് വരും? Cl ഇതിലേക്ക് കടന്നു വരുന്നുണ്ടാവും. ഓക്കെ, സോ ആ റിയാക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മാർക്ക് ചെയ്തെടുക്കണം. ക്ലോറിൻ പ്ലസ് സൺലൈറ്റ്, ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ഈ ടൈപ്പ് റിയാക്ഷന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ H പുറത്തേക്ക് പോവും, അതിന് പകരം ആര് കടന്നു വരും? Cl കടന്നു വരും അല്ലെ. H പുറത്തേക്ക് പോയി, അതിന് പകരം Cl കടന്നു വന്നു എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ ഫുട്ബോളിൽ പറയും മെസ്സിക്ക് പകരം നെയ്മർ വന്നു അല്ലെ. ആ ഒരു സംഭവത്തിന് നമ്മൾ പറയുമല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയില്ലേ. ഇതുപോലെ Hന് പകരം Cl കടന്നു വന്നു. അപ്പൊ നമ്മൾ ഈ റിയാക്ഷനെ പറയുന്ന പേര് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാണ്. എന്ത് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ ഞാനിവിടെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു കൺവേർട്ട് CH ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, CH ട്രിപ്പിൾ ബോണ്ട് CHനെ എന്താക്കി മാറ്റുന്നു? C2H6 അഥവാ ഏത് ഈതെയിൻ ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ CH3 സിംഗിൾ ബോണ്ട് CH3. ഇതാണ് മക്കളെ ഈതെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഹൈഡ്രജൻ വേണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം എത്ര ഹൈഡ്രജൻ വേണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ കാർബൺ നോക്കുമ്പോൾ ഒരു ഹൈഡ്രജനേ ഉള്ളൂ അല്ലെ. പക്ഷെ അതേസമയം പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. പ്രോഡക്റ്റില് ആദ്യത്തെ കാർബണുമ്മല് 3 ഹൈഡ്രജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് 3 ആയി. അപ്പൊ അവിടെ എത്ര ഹൈഡ്രജൻ പുതുതായിട്ട് വന്നു? 2 ഹൈഡ്രജൻ പുതുതായിട്ട് വന്നു. ശരിയല്ലടാ? ഇതുപോലെ തന്നെയല്ലേ ഈ കാർബണിൽ നടന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ എന്താ സംഭവം? ഇവിടെ എത്ര മോളിക്യൂൾ ഹൈഡ്രജൻ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തെറ്റിക്കരുത്. 2 മോളിക്യൂൾ ഹൈഡ്രജൻ ആണ് ഇവിടെ കടന്നു വന്നത്. ഒരു മോളിക്യൂൾ ഹൈഡ്രജൻ എവിടേക്ക് പോയി? ഒരു മോളിക്യൂള് എവിടേക്ക് പോയി? ഈ കാർബണിലേക്ക് പോയി. അടുത്ത മോളിക്യൂള് രണ്ടാമത്തെ കാർബണിലേക്ക് പോയി. അപ്പൊ എത്ര മോളിക്യൂളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിക്കരുത് നിങ്ങൾ. 2 മോളിക്യൂൾ ഹൈഡ്രജൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, യെസ്, റെഡിയാന്ന് വിചാരിക്കുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽ ഇക്വേഷൻ എഴുതാനായിട്ട് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിന്റെ കൂടെ പ്ലസ് ഇട്ട് കഴിഞ്ഞിട്ട് 2H2 എന്ന് എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് അല്ലെങ്കിൽ അത് ഗീവ്സ് എന്നുള്ള ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? കെമിക്കൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തതിന്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടു വിച്ച് കാറ്റഗറി ഡസ് ദിസ് കെമിക്കൽ റിയാക്ഷൻ ബിലോങ്സ്? അതായത് മക്കളെ, നമ്മൾ കുറെ ടൈപ്പ് റിയാക്ഷനുകൾ പഠിച്ചു അല്ലെ. സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, പോളിമറൈസേഷൻ ഒക്കെ പഠിച്ചു. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താ സംഭവിച്ചത്? H2നെ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്തത് അല്ലെ. H2നെ എന്താ ചെയ്തത്? ആഡ് ചെയ്യാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ പേര് അഡീഷൻ റിയാക്ഷൻ എന്നാണ്. എന്ത് റിയാക്ഷൻ ആണ്? അഡീഷൻ റിയാക്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ദിസ് ഈസ് വാട്ട് അഡീഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, അഡീഷൻ റിയാക്ഷൻ. RXN എന്ന് പറയുന്നത് റിയാക്ഷൻ എന്ന് ഷോർട്ട് ആക്കി എഴുതിയതാണ് അഡീഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ എന്ത് ചെയ്യുക, നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പതുക്കെ നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ, സെറ്റാന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് CH ട്രിപ്പിൾ ബോണ്ട് CH. അതിലേക്ക് എന്ത് ചെയ്യുന്നു? HCl ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ HCl എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾക്ക് അറിയാം H ഉണ്ട് അതുപോലെ തന്നെ Cl ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? H എന്ന് പറയുന്നത് ഒരു കാർബണിലേക്ക് പോവും, Cl എന്ന് പറയുന്നത് അടുത്ത കാർബണിലേക്ക് പോവും.
ഓക്കെ, എച്ച് ആദ്യത്തെ കാർബണിലും Cl അടുത്ത കാർബണിലേക്കും പോകും. അല്ലെങ്കിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റും പറയാം, ഏത് എച്ച് ഇതിലേക്കും പോവും Cl ഇതിലേക്കും പോകും. എങ്ങനെ എടുത്താലും നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലങ്ങളും ഇല്ല. ഏതാണ് എച്ച് എന്ന് പറയുന്നത് ഒരെണ്ണത്തിലേക്ക്, Cl എന്ന് പറയുന്നത് അടുത്ത കാർബണിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും ഇവിടെ? യെസ്, നമ്മുടെ ഇവിടെ പ്രോഡക്റ്റ് ഞാനിവിടെ എഴുതുകയാണ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? CH2 ഡബിൾ ബോണ്ട് CH/Cl എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് അവിടെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തത്? എടാ മക്കളെ, ഇവിടെ എച്ച് വന്നില്ലേ? എച്ച് വന്നപ്പോൾ കാർബണിന്റെ വാലൻസി മാറിയില്ലേ? കാർബണിന്റെ വാലൻസി മാറിയപ്പോൾ ട്രിപ്പിൾ ബോണ്ടിന് പകരം ഇനി എന്തേ വരുള്ളൂ? അവിടെ ഡബിൾ ബോണ്ടേ വരുള്ളൂ. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം കാർബണിന്റെ വാലൻസി മാറി, അപ്പൊ അവിടെ ട്രിപ്പിൾ ബോണ്ട് വരില്ല, ഒരു ബോണ്ട് പൊട്ടിച്ചിട്ടുണ്ടാവും. അവിടെ എന്താ വരുള്ളൂ? ഡബിൾ ബോണ്ടേ വരുള്ളൂ. ഓക്കെ, സോ സെറ്റാന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് ഏത് കോമ്പൗണ്ട്, എ എന്ന് പറയുന്ന കോമ്പൗണ്ട് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സെറ്റാണ്. യെസ്, ഇനി എ എന്ന് പറയുന്ന സംഭവത്തിന്, അല്ലെ, ഈ എ എന്ന് പറയുന്ന സംഭവത്തിനെ ഞാനൊന്ന് കോപ്പി ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആക്കി എഴുതുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. എ എന്ന് പറയുന്ന സാധനത്തിനെ n ടൈംസ് പോളിമറൈസ് ചെയ്തപ്പോ, അല്ലെ, n ടൈംസ് പോളിമറൈസ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. എടാ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടാമത്തെ ഇക്വേഷനിൽ n ടൈംസ് ഇതുപോലെ കുറെ ഈ പറഞ്ഞ കോമ്പൗണ്ട് എടുത്തു, എന്നിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെക്കുന്ന റിയാക്ഷന് നമ്മൾ പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ ആ റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ CH2 CH/Cl, അല്ലെ, ഈ ഒരു സാധനത്തിന് എന്ത് സംഭവിക്കും? പോളിമറൈസേഷൻ നടക്കും. ശരിയല്ലേ? പോളിമറൈസേഷൻ നടക്കും. പോളിമറൈസേഷൻ നടക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ എന്ത് സംഭവിക്കും? ഇതുപോലത്തെ കുറെ മോളിക്യൂളുകൾ ഉണ്ടാവും. ഇവയെല്ലാം കൂടി ഒരുമിച്ച് കൂടിച്ചേരാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റിനകത്തുള്ള സെയിം ഇക്വേഷൻ തന്നെയാണെന്ന് തോന്നുന്നു. സോ ടെക്സ്റ്റിനകത്ത് പോളിമറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് എ ആൻഡ് ബി. ഓക്കെ, മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്? വിനൈൽ ക്ലോറൈഡ് എന്ന് നമ്മൾ പറയും. ഇനി ബി എന്ന് പറയുന്നതിന് നമ്മൾ പറയും പോളി വിനൈൽ ക്ലോറൈഡ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പഠിച്ചു വെച്ചോളൂ. ഈ പറഞ്ഞ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിനൈൽ ക്ലോറൈഡ്, രണ്ടാമത്തത് പോളി വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, വിനൈൽ ക്ലോറൈഡ്, അതുപോലെ തന്നെ പോളി വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, യെസ്. ഇനി സി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏത് കാറ്റഗറിയിലാണ് ഈ രണ്ട് റിയാക്ഷനും ബിലോങ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കുമ്പോൾ HCl ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്, അല്ലെ, HCl പുതിയതായിട്ട് ആഡ് ചെയ്യുക ചെയ്തത്. അപ്പൊ നമുക്ക് അതിനെ പറയാൻ പറ്റും ഏത് റിയാക്ഷൻ? അഡീഷൻ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അഡീഷൻ റിയാക്ഷൻ. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എല്ലാവർക്കും അറിയാം. ഇവിടെ N കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി കയറി എഴുതുന്നതാണ് എന്ത്? പോളിമറൈസേഷൻ, അല്ലെ. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മോണോമറിനെ കൂട്ടിച്ചേർത്ത് പോളിമറാക്കി മാറ്റുക. അപ്പൊ നമ്മൾ പറയും പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ രണ്ട് റിയാക്ഷനും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക, പഠിക്കണം. പോളിമറൈസേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പോളിമറൈസേഷൻ. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പറുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, SSLCയുടെ പേപ്പറൊക്കെ മാർച്ചിലത്തെ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പോളിമറൈസേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഓക്കെ, യെസ്, പഴയ ബുക്കിലും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. വിച്ച് ഓഫ് ദ ഗിവൺ പോളിമർ ഈസ് യൂസ്ഡ് ടു കോട്ട് ദ ഇന്നർ സർഫസ് ഓഫ് കുക്ക് വെയർ? അതായത് നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ അറിയാം, അല്ലേ. അപ്പൊ നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ ഒക്കെ ഇന്നർ കോട്ടിങ്ങിൽ ഒരു കോട്ടിങ് കൊടുക്കും, ഒരു പോളിമർ കൊടുക്കും. ഏതാ പോളിമർ എന്ന് ചോദിച്ചിട്ടുണ്ട്. പോളിത്തീൻ ആണോ, പോളിവിനൈൽ ക്ലോറൈഡ് ആണോ, ടെഫ്ലോൺ ആണോ? യെസ്, ഏതാടാ? ടെഫ്ലോൺ. എല്ലാവരും പറഞ്ഞു. ഏതാണ്? ടെഫ്ലോൺ. ഇതും പഴയ ബുക്കിലുണ്ടായിരുന്നു, ടെഫ്ലോൺ. അപ്പൊ ടെഫ്ലോൺ പഠിച്ചു വെച്ചോളൂ. ടെഫ്ലോണും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ ഇന്നർ സർഫസിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും. ആ കോട്ടിങ്ങിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ പോളിമർ എന്ന് പറയുന്നത് എന്താണ്? ടെഫ്ലോൺ ആണ്. ഓക്കെ, അപ്പൊ ഈ ടെഫ്ലോണിന്റെ മോണോമറിനെ കുറിച്ചും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ടെഫ്ലോണിന്റെ മോണോമർ മറ്റൊന്നുമല്ല, ടെട്രാഫ്ലൂറോ ഈഥെയ്ൻ, അല്ലെ, ടെട്രാഫ്ലൂറോ ഈഥെയ്ൻ ആണ്. ഓക്കെ, സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത സ്ലൈഡിൽ നോക്കിയിട്ട് അതിന്റെ ആൻസർ എഴുതി പഠിച്ചോളാം. ടെട്രാഫ്ലൂറോ ഈഥെയ്ൻ എന്ന് പറയുന്നതാണ് എന്തിന്റെ മോണോമർ? യെസ്, ഈ പറഞ്ഞ ടെഫ്ലോണിന്റെ മോണോമർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് SSLCക്കും ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ കണ്ടൻസേഷൻ പോളിമർ? ഓക്കെ മക്കളെ, കണ്ടൻസേഷൻ പോളിമർ. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കിയേ, മനസ്സിൽ പറഞ്ഞാൽ മതി, കമന്റ് ഒന്നും ചെയ്യണ്ട. എന്താ? പോളി വിനൈൽ ക്ലോറൈഡ് ഉണ്ട്, അതുപോലെ തന്നെ നൈലോൺ 66 ഉണ്ട്. അപ്പൊ ഇതില് നമ്മൾ നോക്കുമ്പോൾ നൈലോൺ 66 എന്ന് പറയുന്നതാണ് എന്ത്?
കണ്ടൻസേഷൻ പോളിമർ ആയിട്ട് നമ്മൾ എടുക്കുക. ശരിയല്ലേ? അപ്പൊ നൈലോൺ 66. അപ്പൊ ഫസ്റ്റ് വൺ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. നൈലോൺ 66 എന്ന് പറയുന്നതാണ് എന്ത്? കണ്ടൻസേഷൻ പോളിമർ. എല്ലാവരുടെയും ശരിയായോ? നിങ്ങൾ മനസ്സിൽ ഗസ് ചെയ്ത ആൻസർ കറക്റ്റ് ആണോ? യെസ്, കറക്റ്റാന്ന് വിചാരിക്കുന്നു. പലർക്കും തെറ്റിപ്പോയിട്ടുണ്ടാവും. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് മുമ്പോട്ട് പോവാം. ഇപ്പൊ നിങ്ങൾ പഠിക്കുക കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയുന്നത് നൈലോൺ 66. ഓക്കെ, ഈ നൈലോൺ 66 മക്കളെ 2 മോണോമറുകളാണ്. ഒന്ന് അഡിപ്പിക് ആസിഡ്. ഓക്കെ, ഞാൻ അടുത്ത സ്ലൈഡിൽ എഴുതാം. ഓക്കെ, അഡിപ്പിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഹെക്സാമെത്തിലീൻ ഡയമീനും ഉണ്ട്. 2 പുതിയ വാക്കുകളാണ്, ടഫാണ് വാക്കുകൾ, പഠിച്ചു വെച്ചേക്കുക. അഡിപ്പിക് ആസിഡ്, അതുപോലെ തന്നെ ഹെക്സാമെത്തിലീൻ ഡയമീൻ. ഒരു ബോക്സിലൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? റിയാക്ഷൻ ഒക്കെ കാണുമ്പോൾ പലർക്കും ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് നോക്കാം. C12H22O11. ഓക്കെ, അതിലേക്ക് എന്ത് ചെയ്യുന്നു? വാട്ടർ ചേർക്കുന്നു. ഓക്കെ, അങ്ങനെ വാട്ടർ ചേർക്കുമ്പോൾ എന്തുണ്ടാവും? ഒരു എൻസൈം ഉണ്ടാവും. ആ എൻസൈമിന്റെ പേര് ഇൻവെർട്ടേസ് എന്നാണ്. എന്താണ് ആ എൻസൈമിന്റെ പേര്? ഇൻവെർട്ടേസ്. അപ്പൊ ഈ ഇൻവെർട്ടേസ് ചേർക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈ പറഞ്ഞ സൂക്രോസ്, ഇത് സൂക്രോസ് ആണ്, ഇത് ഷുഗർ ആണ് ആക്ച്വലി. അപ്പൊ ഈ ഷുഗർ പൊട്ടിയിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി മാറും. എന്തൊക്കെയായിട്ട് മാറും? ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും സെയിം മോളിക്കുലർ ഫോമിലാണ്. അപ്പോൾ ഇവിടെ C6H12O6 വന്നു. ഇവിടെയും എന്ത് തന്നെയേ വരുള്ളൂ? C6H12O6 തന്നെയേ വരുള്ളൂ. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെയും C6H12O6, ഇവിടെയും C6H12O6. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഗ്ലൂക്കോസ് ആണ്, ഇത് ഫ്രക്ടോസ് ആണ്. ഓക്കെ, അതാണ് ആ ഒരു വ്യത്യാസം. ഞാനിപ്പോൾ പഠിപ്പിച്ചു തന്നു. ഒന്ന് ഗ്ലൂക്കോസ് ആണ്, മറ്റത് ഫ്രക്ടോസ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇവിടെ ഉപയോഗിച്ച എൻസൈം ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടേസ്. ഇനി ഇവിടെ ഉണ്ടായ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ എടുത്തു. ഓക്കെ, ആ ഗ്ലൂക്കോസിനാണ് എടുത്തത്. ആ ഗ്ലൂക്കോസിനെ ഇവിടെ വേറൊരു എൻസൈം ഉണ്ട്, സൈമേസ്. എന്താ പറയാ? സൈമേസ്. ഓക്കെ, സൈമേസ് എന്ന് പറഞ്ഞ എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ പറഞ്ഞ എത്തനോൾ കിട്ടും, അതുപോലെ കാർബൺ ഡയോക്സൈഡും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇത് ഫില്ല് ചെയ്ത് പറയാൻ പറ്റും. യെസ്, ഇൻവെർട്ടേസ്, അതുപോലെ ഫ്രക്ടോസ്, സൈമേസ്, കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫില്ല് ചെയ്യേണ്ടത്. വേണ്ടവർ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുപോലെ നോട്ട്ബുക്കിലേക്ക്, ടെക്സ്റ്റ് ബുക്കിന്റെ അടുത്തൊക്കെ പകർത്തി വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. വാട്ട് ഈസ് വാഷ്? എന്താ മക്കളെ വാഷ് എന്ന് പറഞ്ഞാൽ? വാഷ് എന്ന് പറഞ്ഞാൽ കഴുകുക എന്നുള്ള അർത്ഥമാണോ? അല്ല. എന്താ മക്കളെ വാഷ് എന്ന് പറഞ്ഞാൽ? യെസ്, 8 മുതൽ 10% എത്തനോൾ കോൺസെൻട്രേഷനെയാണ് എന്ത് പറയുക? വാഷ് എന്ന് നമ്മൾ പറയാം അല്ലെ? വാഷ് എന്ന് പറഞ്ഞാൽ 8 മുതൽ 10% വരെയുള്ള കോൺസെൻട്രേഷൻ ഓഫ് എത്തനോൾ. ഓക്കെ, ഇത് പഠിച്ചു വെച്ചേക്കാം. ഇനി അതുപോലെ 3rd ക്വസ്റ്റ്യൻ, ഹൗ ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം വാഷ്? എടാ മക്കളെ, നമ്മളിപ്പോൾ പഠിച്ചു വാഷ് അല്ലെ? വാഷ് എന്ന് പറഞ്ഞാൽ 8 മുതൽ 10% വരെ കോൺസെൻട്രേഷൻ ഉള്ളത്. ഈ വാഷിനെ എന്ത് ചെയ്തു എന്നറിയോ? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്തു. എന്ത് ചെയ്തു? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്താണ് മക്കളെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ? അംശീക സ്വേദനം. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ 95.6% വീര്യമുള്ള എന്ത് കിട്ടും? യെസ്, അത്രയും കോൺസെൻട്രേഷനുള്ള എത്തനോൾ കിട്ടും. ആ എത്തനോളിനെ നമ്മൾ പറയുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓക്കെ, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. ഓക്കെ, റെക്ടിഫൈഡ് സ്പിരിറ്റ് നല്ല കോൺസെൻട്രേഷനാ. എത്രയാ? 95.6% കോൺസെൻട്രേഷൻ. നല്ല കോൺസെൻട്രേഷനാ. ഓക്കെ, സോ അപ്പൊ അത്രയും കോൺസെൻട്രേഷനുള്ള റെക്ടിഫൈഡ് സ്പിരിറ്റ് എങ്ങനെയാണ് കിട്ടുക? വാഷിനെ എന്ത് ചെയ്യണം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യണം. ഓക്കെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അംശീക സ്വേദനം ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക. വെൻ വാഷ് ഈസ് സബ്ജക്റ്റഡ് ടു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ 95.6% ഓഫ് എത്തനോൾ ഇസ് ഒബ്റ്റെയിൻഡ്. ദിസ് ഈസ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. മനസ്സിലായോ? യെസ്, മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡീനാച്ചുറിങ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? ഇങ്ങനെ കിട്ടിയ 95.6% ഉള്ള ഇത് റെക്ടിഫൈഡ് സ്പിരിറ്റിനെ അവർ വെറുതെ ഇങ്ങനെ വെക്കില്ല. അതായത് അവർ എന്ത് ചെയ്യില്ല? ബീവറേജസിലൊന്നും കൊടുക്കില്ല. അവർ മറ്റുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസുകൾക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡീനാച്ചുറിങ് ചെയ്യാൻ കാരണം? എന്താണ് ഡീനാച്ചുറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡീനാച്ചുറിങ് എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ല, അതിലേക്ക് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 95.6% റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ റെക്ടിഫൈഡ് സ്പിരിറ്റിലേക്ക് എന്ത് ആഡ് ചെയ്യുന്നറിയോ? ചെറിയ രീതിയിൽ മെത്തനോൾ ആഡ് ചെയ്യും.
ഓക്കെ, എന്ത് ആഡ് ചെയ്യും? മെത്തനോൾ ആഡ് ചെയ്യും. ഈ മെത്തനോൾ ആഡ് ചെയ്യുന്നത് അത് എന്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? യെസ്, മെത്തനോൾ ഈസ് ആഡഡ് ടു എത്തനോൾ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ മിസ്യൂസ് ഓഫ് ബീവറേജ്. ആ വാക്ക് മാത്രം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്ത് തടയാൻ വേണ്ടിയിട്ടാണ്? മിസ്യൂസ് ഓഫ് ബീവറേജ്. ബീവറേജിലെ മിസ്യൂസ്, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ മെത്തനോൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇത്രയും കോൺസെൻട്രേഷനിൽ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പഠിച്ചു വെച്ചോണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷോർട്ട് നോട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഈസ് എത്തനോയിക് ആസിഡ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? യെസ്, എത്തനോയിക് ആസിഡിനെ എന്ത് ചെയ്യണം? ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കണം? ഈ മെത്തനോൾ എന്ത് വിത്ത് CO എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ മെത്തനോളിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്തനോയിക് ആസിഡ് കിട്ടും. നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞതാണ്. ഷോർട്ട് നോട്ടായി ചോദിക്കത്തുള്ളൂ നിങ്ങളുടെ പരീക്ഷയ്ക്ക്. അപ്പം ഷോർട്ട് നോട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി നമ്മൾ കണ്ടു 5 മുതൽ 8% വരെ കോൺസെൻട്രേഷൻ ഉള്ളതിനെ നമ്മൾ പറയും, എന്ത് പറയും? വിനെഗർ എന്ന് പറയും കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. വിനെഗർ മനസ്സിലാക്കി വെക്കുക. 5 മുതൽ 8% വരെ കോൺസെൻട്രേഷൻ ആണെങ്കിൽ വിനെഗർ എന്ന് പറയും. ഇനി 8 മുതൽ എത്ര ശതമാനം വരെ? 8 മുതൽ 10% വരെയുള്ള കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നുണ്ടാവും? ഈ പറഞ്ഞ എന്ത് പറയണം മക്കളെ? ഈ പറഞ്ഞ വാഷ് എന്ന് പറയും. അതുപോലെ നമ്മൾ 95.6% ഉള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു? ഈ പറഞ്ഞ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. ഓക്കെ, സോ അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 8ാമത്തെ ചോദ്യമാണ്. ഇവിടെ CH3COOH പ്ലസ് CH3OH ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവിടെ എഴുതാണ്. CH3COOH അല്ലെ, ഇതെന്താണ്? എത്തനോയിക് ആസിഡ്. ഇനി അതുപോലെ എത്തനോൾ, ഇത് രണ്ടും എന്ത് ചെയ്തു? മിക്സ് ചെയ്തു എന്തിന്റെ പ്രസൻസിൽ? H2SO4ന്റെ പ്രസൻസിൽ. H2SO4 എന്ന് പറഞ്ഞാൽ എന്താടാ? സൾഫ്യൂരിക് ആസിഡ്. ഈ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? യെസ്, ഇവിടെ എന്ത് കിട്ടി? എസ്റ്റർ കിട്ടി. പഠിക്കണേ നിങ്ങൾ, ഇത് എസ്റ്റർ ആണ്. എസ്റ്റർ കിട്ടി. ഈ എസ്റ്ററിന്റെ പേര് മീഥൈൽ എത്തനോയിറ്റ് എന്നാണ്. എന്താണ്? മീഥൈൽ എത്തനോയിറ്റ്. ഓക്കെ, മീഥൈൽ എത്തനോയിറ്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ? ഈ കെമിക്കൽ റിയാക്ഷന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. മക്കളെ, ഇവിടെ എസ്റ്ററിനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ എസ്റ്ററിന് ഉണ്ടാക്കുന്ന റിയാക്ഷന് നമ്മൾ പറയും എസ്റ്ററിഫിക്കേഷൻ. എന്ത് പറയും? എസ്റ്ററിഫിക്കേഷൻ. തിയറി നിങ്ങൾ പഠിച്ചോണേ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എസ്റ്ററിന് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ ഉണ്ടായ എസ്റ്ററിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് സിംപ്ലി പറയാൻ പറ്റും. ഏതാണ്? മീഥൈൽ എത്തനോയിറ്റ്. എന്താ പറയാൻ പറ്റുക? മീഥൈൽ എത്തനോയിറ്റ്. എഴുതി വെച്ചോളൂ, മീഥൈൽ എത്തനോയിറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, മീഥൈൽ എത്തനോയിറ്റ്. ഇനി അതുപോലെ 2 യൂസുകൾ ചോദിച്ചിട്ടുണ്ട്. എസ്റ്ററിന്റെ 2 യൂസുകൾ, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ആൻസർ നിങ്ങൾക്ക് അറിയാം, എസ്റ്റർ ആണ്. സെക്കൻഡ് വൺ മീഥൈൽ എത്തനോയിറ്റ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇതിന്റെ 2 യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 യൂസ് നമുക്ക് പറയാം, പെർഫ്യൂമുകൾ ഉണ്ടാക്കാനും അതുപോലെ ജ്യൂസസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ എസ്റ്ററുകൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയും 8 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ചെറുതായിട്ട് ത്രോട്ട് പെയിൻ ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? വീഡിയോസും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എന്ത് ചെയ്യാം? ലേറ്റസ്റ്റ് അസസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സാമിന് വേണ്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ടൈപ്സ് ഓഫ് റിയാക്ഷൻ പഠിക്കണം മക്കളെ, ശ്രദ്ധിക്കണേ. അഡീഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ. ഞാൻ പറഞ്ഞു പോളിമറൈസേഷൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാനായിട്ട് സാധ്യത. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ കുറച്ച് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ അഡീഷൻ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ നമ്മൾ അഡിപ്പിക് ആസിഡ്, ഹെക്സാമെത്തിലീൻ ഡൈയമീൻ അത് കണ്ടില്ലേ? അതിൽ മോണോമർ നമ്മൾ കണ്ടില്ലേ? പോളിമറും അതിന്റെ മോണോമറും പഠിക്കണം. അതുപോലെ തന്നെ ടെഫ്ലോൺ 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തൊന്നും ഒരിക്കലും പഠിക്കരുത്. റിയാക്ഷൻസ് പഠിക്കണം. കാരണം നിങ്ങൾ +1ലും +2ലും ഒക്കെ സയൻസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ
അത്ര തന്നെ ഇതിൻ്റെ ഒക്കെ ബേസ് ആണിത്. ഓക്കെ, ആ ബേസ് നിങ്ങൾ ക്ലിയർ ആക്കി സെറ്റാക്കി മുമ്പോട്ട് പോവുക. ബേസ് ഇല്ലെങ്കിൽ നമുക്ക് ഹയർ സ്റ്റഡീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ A+ന് വേണ്ടിയല്ല, ഫുൾ മാർക്കിന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. സോ താങ്ക് യു, ബൈ.